തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യഹൂദജനത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള തരത്തിൽ വ്യാഖ്യാനിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നിരർത്ഥകമാക്കി തീർത്ത് ജീവിക്കുന്ന ഒരു സ്വഭാവം. അതുകൊണ്ടാണ് ഈശോ അവരോട് പറഞ്ഞത്, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ് എന്ന്. ആത്മാർത്ഥതയില്ലാത്ത ഒരു സ്നേഹം, വാക്കുകൾ കൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുകയും അവരുടെ പ്രവൃത്തികൾ കർത്താവിൽ നിന്നും വളരെ ദൂരെയാണ്. അപ്പോൾ ഹൃദയവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതായത് ഹൃദയത്തിൽ ദൈവം ജീവിക്കുന്നില്ല. തൽക്കാലത്തേക്ക് ദൈവത്തിനു മുമ്പിൽ ഒന്ന് ചിരിച്ചു കാണിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിൽ പാരമ്പര്യത്തെക്കുറിച്ചുള്ളൊരു തർക്കം വരുന്നുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഈശോ അവർക്ക് അതിന് വ്യക്തമായ മറുപടി നൽകുന്നു. നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? കർത്താവ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഏത് പ്രമാണമാണ് അവരെ ലംഘിക്കുന്നതെന്ന്. നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ആരെങ്കിലും പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് വഴിപാടായി ഞാൻ നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് കൈ കഴുകുന്നില്ല? പൂർവികരുടെ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി അവർ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് കർത്താവിനോടുള്ള അവരുടെ ചോദ്യത്തിന് മറുപടിയാണ് ഈശോ ഈ ചോദ്യം ചോദിക്കുന്നത്. 4-ാം പ്രമാണത്തെയാണ് അവർ അവഗണിക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. കർത്താവിൻ്റെ കാലത്തും മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരെ ശുശ്രൂഷിക്കാനും കഴിയാത്തവർ അതിന് കണ്ടുപിടിച്ച ഒരു കുറുക്കുവഴിയാണ് ഇത് ഞാൻ വഴിപാടായി നൽകി കഴിഞ്ഞാൽ. അത് അപ്പനും അമ്മയ്ക്കും ഞാൻ കൊടുക്കേണ്ട സ്നേഹം, അപ്പനും അമ്മയ്ക്കും അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഞാൻ ചെലവാക്കേണ്ടിയിരുന്ന എൻ്റെ പണം, അതായത് എൻ്റെ സമ്പത്തിൻ്റെ ഭാഗം, അത് ഞാൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല, ഞാനത് വഴിപാടായി കൊടുത്തു. ഞാൻ എന്തെങ്കിലും ആത്മീയ ആവശ്യത്തിനായിട്ട് ഞാനത് കൊടുത്തു. ഇനി അവരെ ശുശ്രൂഷിക്കേണ്ട ഒരാവശ്യം, അവരെ ഞാൻ കരുതേണ്ട ഒരാവശ്യം ഇല്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട ചിലവാണ് ഞാൻ വഴിപാടായിട്ട് കൊടുത്തത്, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് കൊടുത്തത്. എന്തോ ഞാനത് വഴിപാടായി നൽകിക്കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ അവരെ ശുശ്രൂഷിക്കേണ്ടതില്ല. ഈ കാഴ്ചപ്പാടിന് അന്നത്തെ സമൂഹവും ഒരു അംഗീകാരം നൽകി. ആ അംഗീകാരം നൽകി പ്രായമായ മാതാപിതാക്കൾ നിരാലംബരായാലും അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ജനത്തിനാണ് ദൈവം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന കൊടുത്തത്. അപ്പം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിന് പകരം അവർക്കായി നൽകേണ്ടത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ വഴിപാടായി ആർക്കെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പിന്നെ അപ്പനോ അമ്മയ്ക്കോ വേണ്ടി ഒന്നും ചെയ്യാൻ അവർ കടപ്പെട്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, വഴിപാട് കൊണ്ട് തീരുന്നതല്ല മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന് ഇസ്രായേൽ ജനത്തെ കർത്താവ് പഠിപ്പിക്കുകയാണ്. നമ്മളും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, മറ്റെന്തുകൊണ്ടും തീരുന്നതല്ല മാതാപിതാക്കളോടുള്ള കടമകൾ. അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കാതെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ ഞാൻ മറ്റെന്ത് വഴിപാട് നടത്തിയിട്ടും ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പം മറ്റൊന്നുകൊണ്ടും തീരുന്നതല്ല മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമകൾ. ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് തന്നെ. ഈ കാലഘട്ടത്തിൽ നമ്മളും കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണ് മാതാപിതാക്കളോടുള്ള അവഗണന. സമൂഹം മുഴുവനും മാതാപിതാക്കളോടുള്ള അവഗണനയ്ക്ക് അംഗീകാരം നൽകുന്നുണ്ട്. അത് തെറ്റാണ് എന്ന് അത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്നവരെ പറഞ്ഞു പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ഇന്നാരുമില്ലെന്നുള്ളതാണ് ഒരു സത്യം.
സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരും ദൈവമക്കളും സഭയിൽ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നവരും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ലംഘിക്കുന്ന ഒരു പ്രമാണമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന വളരെ എളുപ്പത്തിൽ എല്ലാവരും ലംഘിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു സമൂഹം, അവിടെ ഒരു വല്യമ്മയും ആ വല്യമ്മയുടെ പേരക്കുട്ടിയും ഉണ്ട്. പേരക്കുട്ടി ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അല്പം ബുദ്ധിമാനാണ്. ഈ പേരക്കുട്ടി എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്കത് മനസ്സിലായില്ല. അമ്മ അത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പേരക്കുട്ടി പറഞ്ഞു, പൊയ്ക്കോ, ഇത് മനസ്സിലാകുന്ന കേസല്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ വല്യമ്മയെ തട്ടി മാറ്റി വിടുകയാണ്. താൻ എന്താണ് പറഞ്ഞതെന്ന് ആ അമ്മയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ എന്താണ് അർത്ഥമാക്കിയതെന്ന് ആ അമ്മയോട് പറയാനോ ആ കുട്ടി ഒരിക്കൽ കൂടി തയ്യാറായില്ല. ആദ്യ കുർബാന സ്വീകരിക്കുന്ന പ്രായമേ ആ കുട്ടിക്കായിട്ടുള്ളൂ. ആദ്യ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ വല്യമ്മയോട് വളരെ വേഗം വല്യമ്മയെ തട്ടി മാറ്റുകയാണ്. പൊയ്ക്കോ, ഇത് മനസ്സിലാകുന്ന കേസല്ല എന്ന് പറഞ്ഞ് വല്യമ്മയെ ഒഴിവാക്കി. ആ കുട്ടി വളർന്നു വരുമ്പോൾ എത്രത്തോളം ആ കുട്ടി ആ അമ്മയെ ബഹുമാനിക്കും. ഇപ്പോൾ വല്യമ്മയിൽ നിന്ന് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ സ്വന്തം മാതാപിതാക്കളിലേക്കും ആ തരത്തിലുള്ള പെരുമാറ്റ രീതി അവൻ കാണിക്കും. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. തിരുത്താൻ മാതാപിതാക്കൾക്കും വലിയ താല്പര്യമില്ലാത്ത ഒരു മേഖലയാണ് മുതിർന്നവരെ ബഹുമാനിക്കാത്തതിൽ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന അവഗണനയും അതിൻ്റെ എല്ലാ തിക്തഫലങ്ങളും. പലർക്കും ഒരു ബാധ്യതയാണ് മാതാപിതാക്കൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന കൽപ്പന നിറഞ്ഞു നിൽപ്പുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവകൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലും വളരെ പ്രത്യേകമായിട്ട് മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലംഘിക്കുന്ന ഏതൊരു പ്രമാണത്തിനും കുടുംബത്തിലും സമൂഹത്തിലും അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും എന്നും അനന്തരഫലങ്ങൾ വഴിയായി അതിൻ്റെ അലയടികൾ നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുമെന്നും പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഏത് പ്രമാണം നമ്മൾ ലംഘിച്ചാലും അതിൻ്റെ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രകടമായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ വരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ പ്രമാണത്തിൻ്റെ ലംഘനം കൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് ഈ അവസ്ഥ വന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ തിരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് നമ്മൾ തീരുകയാണ്. ഒരു കൂസലുമില്ലാതെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ട് ജീവിക്കുകയും ആ ബഹുമാനിക്കാത്ത അവസ്ഥ തുടരുകയും ചെയ്യുന്ന അനേക മക്കളെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. ബലവത്താകാത്ത കുടുംബമുണ്ട് എങ്കിൽ, ഏത് കുടുംബമാണോ ബലവത്താകാതിരിക്കുന്നത് അവർ തിരിഞ്ഞു നോക്കണം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ടോ. ഏതെങ്കിലും കുടുംബത്തിൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, ഞാൻ എൻ്റെ അപ്പനെയോ അമ്മയെയോ മാനിക്കാതിരുന്നിട്ടുണ്ടോ. ചുരുക്കം മാതാപിതാക്കൾ മാത്രമാണ് പറയുന്നതെന്ന് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മക്കൾക്ക് പറയാം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. ആ ബലവത്തായ ഒരു കുടുംബവും
ഒരിക്കലും തകർക്കപ്പെടുകയില്ല. പിതാവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടാൽ കുടുംബങ്ങൾ തകർക്കപ്പെടും. അമ്മയുടെ ശാപത്തിനും ശക്തിയുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. എത്ര ദുഃഖിച്ചിട്ടും മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാനാവാത്ത ഒരു കാര്യമാണിത്. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ട് മരണശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിൻ്റെ പേരിൽ വരുന്ന എല്ലാ ദുഃഖഭാരങ്ങളും സഹിക്കുക മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം നമ്മൾ എത്ര ദുഃഖിച്ചിട്ടും നമുക്ക് തിരിച്ചു ചെന്ന് ഒന്ന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്. ഈ ഒരു പ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണത്. മറ്റേത് തെറ്റ് നമ്മൾ ചെയ്താലും നമുക്ക് തിരിച്ചു ചെന്ന് നമുക്ക് തിരുത്തുവാനുള്ള അവസരമുണ്ട്. എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ സ്നേഹിക്കാതെയും ഇരുന്ന് ആ മാതാപിതാക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനുശേഷം ആ തെറ്റുകളൊന്ന് പരിഹരിക്കാൻ, അവരുമായിട്ടൊന്ന് അനുരഞ്ജനത്തിലാവാൻ നമുക്കൊരിക്കലും അവസരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മുടെ അപ്പനെയും അമ്മയെ നമ്മൾ ബഹുമാനിക്കാതെയും സ്നേഹിക്കാതെയും അവർ ഈ ലോകം വിട്ടുപോയി എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് മനുഷ്യരുടെ വേദന ഇത്തരത്തിൽ കേട്ടിട്ടുണ്ട്. അച്ഛാ, ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മരിച്ചു, ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം മരണശേഷം നമ്മൾ ദുഃഖിച്ചിട്ടും തിരിച്ചു പിടിക്കാനാവാത്ത ഒരു കാര്യമാണിത്. അപ്പനോ അമ്മയോ മക്കളെക്കുറിച്ച് വേദനയോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ ഒരു മക്കളും അനുവദിക്കരുത്. അപ്പനോ അമ്മയോ മക്കളെക്കുറിച്ചുള്ള വേദനയോടെയോ ദുഃഖത്തോടെയോ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത്. കടന്നു പോകുന്നതിന് മുമ്പേ നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അതിൻ്റെ കാരണം, എന്നെ ഞാനാക്കി ഇവിടെ എത്തിച്ചതിൻ്റെ പിന്നിൽ അപ്പനും അമ്മയുമാണ് ഏറ്റവും പ്രധാനികൾ. എന്നെ ഞാനാക്കി തീർത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അപ്പനും അമ്മയുമാണ്. എന്നെ ഞാനാക്കിയ അപ്പനെയും അമ്മയെയും സ്വർഗത്തിലെത്തിക്കാനും ഒരു ഉത്തരവാദിത്വം മക്കൾക്കുണ്ട്. അതായത് അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ ചില പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. കാരണം പരിപൂർണരായ മനുഷ്യർ ഭൂമിയിലില്ല. എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും ഉണ്ടാവും മാനുഷികമായ ചില പോരായ്മകൾ. ഈ പോരായ്മകളോടെ മരിക്കുന്ന എൻ്റെ അപ്പനെയും അമ്മയും ദൈവപിതാവിൻ്റെ അടുത്ത് ഞാൻ എത്തിക്കണം. എങ്ങനെ എനിക്ക് എത്തിക്കാനായിട്ട് സാധിക്കും? അവർക്ക് വേണ്ടി മരണശേഷം അവർ സ്വർഗത്തിലെത്തി നമുക്കറിയത്തില്ല. കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധിയോടെ ജീവിച്ചവർ സ്വർഗത്തിലെത്തും, അല്ലാത്തവർ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കും. നമ്മുടെ ജീവിതത്തിന് അനുസരിച്ചാണ് നമ്മുടെ മരണശേഷം നമ്മൾ എവിടെയാണ് എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ഇനി ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ ഈ മാതാപിതാക്കളെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ത്യാഗപ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ പരിഹാര പ്രവൃത്തികൾ കൊണ്ടും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൊണ്ടും അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ദിവസത്തിൻ്റെ എണ്ണങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ അപ്പനെയും അമ്മയും വേണ്ട വിധം സ്നേഹിക്കാനോ അവരെ വേണ്ട വിധം ശുശ്രൂഷിക്കാനോ സാധിച്ചില്ല, അല്ലെങ്കിൽ നമ്മളതിന് മെനക്കെട്ടില്ല. മരണശേഷം നമ്മൾ ദുഃഖിതരാണ് എങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ അവരുടെ ദിവസങ്ങൾ കുറയാൻ തക്കവിധം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർ വേഗം സ്വർഗത്തിലെത്താനും നമ്മൾ ഇടയാക്കിയാൽ അത് നമുക്കും അനുഗ്രഹമാകും. ജീവിച്ചിരുന്നപ്പോൾ അവരെ സ്നേഹിക്കാത്തതിൻ്റെ ഒരു പരിഹാരമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മരിച്ചുപോയവർ എത്രയും വേഗം സ്വർഗത്തിലെത്തുവാൻ നമ്മുടെ പ്രാർത്ഥന ഇടയാക്കും. മരിച്ചുപോയവർക്ക് അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യുവാൻ അവർക്കാർക്കും സാധ്യമല്ല.
ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ കേരളത്തിലെ വലിയ വിശുദ്ധ എവുപ്രാസ്യാമ്മയുടെ ജീവിതത്തിലും വിശുദ്ധ മറിയം ത്രേസ്യ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നു, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേക താല്പര്യം കാണിച്ച വിശുദ്ധാത്മാക്കളാണ് വിശുദ്ധ എവുപ്രാസ്യാമ്മയും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയും. അവരുടെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, മരിച്ചുപോയ അനേകർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ പ്രാർത്ഥന യാചിക്കുകയും അവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് പോലും അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ചുപോയ അനേക ശുദ്ധീകരണ ആത്മാക്കൾ ഈ രണ്ട് വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ ജീവചരിത്രത്തിൽ നിന്നും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അവസ്ഥയെക്കുറിച്ച് വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ച് വിട്ടിട്ടുണ്ട്, വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ മരണാനന്തരം നമുക്ക് അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ കുറച്ചുകൊണ്ട് നമുക്കവരെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ജനിപ്പിച്ച് വളർത്തിയ മക്കൾ അധ്വാനിച്ച് അവരുണ്ടാക്കിയ സ്വത്താണ് അനുഭവിക്കുന്നത്. പല മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പനോടും അമ്മയോടും ചോദിക്കും, മക്കൾ എന്തിനാ ഇവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുന്നത്, എതിലെയെങ്കിലും പോയിക്കൂടെ, എതിലെയെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ, അല്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോ, ഞങ്ങളുടെ കൂടെ താമസിക്കണ്ട. ഇത് കേൾക്കുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും ദുഃഖം എന്തായിരിക്കും? ജനിപ്പിച്ച് വളർത്തിയ മക്കൾ, ഈ അപ്പനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, ഇവരുണ്ടാക്കിയ വീട്, അതിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ കൂടെ താമസിക്കണ്ട. ഈ മാതാപിതാക്കൾ അധ്വാനിച്ചതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടാണ് മക്കൾ പറയുന്നത് ഇറങ്ങിപ്പോയിക്കോ എന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇടവകയിലെ വീടുകൾ വെഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രായമായ ഏതാണ്ട് കിടപ്പുരോഗി തന്നെയായ വല്യമ്മയോട് ചോദിച്ചു, അമ്മേ സുഖമാണോ? അമ്മ പറഞ്ഞു, ഒരു സുഖവും ഇല്ല അച്ഛ, ഒരു സുഖവും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ വഷളാണല്ലോ. അപ്പോൾ പിന്നെ വല്യമ്മയോട് കുറച്ച് കൂടുതൽ സംസാരിച്ചു. അപ്പോൾ മനസ്സിലായി, അമ്മയ്ക്ക് വേണ്ടത്ര ഭക്ഷണമില്ല, മരുന്നില്ല, അമ്മയുടെ തുണി അലക്കി കൊടുക്കില്ല, സമയത്തൊരു ഭക്ഷണവും കൊടുക്കില്ല, മര്യാദയ്ക്കൊന്ന് സംസാരിക്കുകയും ഇല്ല. പള്ളിയിലൊന്ന് കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കാനോ അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുക്കാനോ മക്കൾ തയ്യാറല്ല. ഈ വേദനകളെല്ലാം സഹിച്ചുകൊണ്ടാണ് ആ അമ്മ അവിടെ താമസിക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കാനായി വീണ്ടും വീണ്ടും പലതവണ ആ വീട്ടിൽ ചെന്നു. അവസാനം അമ്മ പറഞ്ഞു, അച്ഛാ എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയാൽ മതി, എനിക്ക് വേണ്ട മരുന്നും കിട്ടിയാൽ മതി, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. കൃത്യമായ ടൈം ടേബിൾ പ്രകാരം അമ്മ പറഞ്ഞു, എനിക്ക് രാവിലെ 8 മണിക്ക് പാലൊഴിച്ച് ചായ വേണം, ഭക്ഷിക്കാനും എന്തെങ്കിലും വേണം. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഓടുകൂടി എനിക്ക് ചോറ് വേണം. 4 മണിക്ക് ഒരു ഗ്ലാസ് ചായ വേണം. അത്താഴം വേണമെങ്കിൽ ഞാൻ ചോദിച്ച് കഴിച്ചുകൊള്ളാം. ഈ ടൈം ടേബിളെല്ലാം കൃത്യമായി വെച്ച് ഈ ടൈം ടേബിൾ പ്രകാരം ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊള്ളണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. കുറേ നാളത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി പോയി. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിലെ അത്യാവശ്യമുള്ള കാര്യമാണ് ഭക്ഷണം, വസ്ത്രം, കിടക്കാനൊരിടം. ജനിപ്പിച്ചു വളർത്തിയ മക്കൾ മാതാപിതാക്കൾക്ക് ഇതൊക്കെ നിഷേധിച്ചാൽ എങ്ങനെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും?
ഈ ദൈവത്തിൻ്റെ ഈ പ്രമാണം ലംഘിക്കുന്ന ഈ മാതാപിതാക്കൾ, അവരുടെ മക്കൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്ക് ഇരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. അപ്പനോടും അമ്മയോടും കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. വചനം എത്ര കൃത്യമായി പറയുന്നു, അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. ഇന്നത്തെ വലിയൊരു പ്രശ്നമാണത്. മാതാപിതാക്കൾക്ക് മക്കളുടെ അത്ര അറിവില്ല. അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയും. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയുന്നത് ഈ പ്രായമായ മാതാപിതാക്കൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക, പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. മരിക്കുന്നതുവരെ ദുഃഖമുണ്ടാക്കരുത് എന്ന വചനം പറയുന്നു. ഇന്ന് എന്തോ ദുഃഖം അനുഭവിക്കാത്ത മാതാപിതാക്കൾ ഭൂമിയിൽ വളരെ കുറവാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു പിതാവ് എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ, എനിക്ക് ഇച്ചിരി പൈസ തരാമോ? എൻ്റെ മക്കൾ എനിക്ക് ആവശ്യത്തിന് പൈസ തരില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് ശരിയാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് ജീവിക്കാൻ ആവശ്യമായത് നൽകുന്നില്ല എങ്കിൽ ആ മക്കൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ പ്രമാണം വളരെ പ്രകടമായിട്ട് ലംഘിക്കുന്നവരാണ് അവർ. നമ്മൾ ഓർക്കണം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. കുടുംബങ്ങൾ ക്ഷയിച്ച് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം, എന്തായിരിക്കാം അതിൻ്റെ കാരണം. ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരവസരം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ട് എൻ്റെ കുടുംബം ക്ഷയിച്ചു പോകുന്നു? അമ്മയുടെ ശാപം അല്ലെങ്കിൽ അമ്മയുടെ കണ്ണീര് എൻ്റെ കുടുംബത്തിൽ വീണിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർമ്മിക്കണം, കാലപ്പഴക്കം കൊണ്ടും അധ്വാനിച്ച് ക്ഷീണിച്ച ശരീരവും മക്കൾക്ക് വേണ്ടി ഉപയോഗിച്ച ശരീരവും മനസ്സും ഓർമ്മയും ബുദ്ധിയും ഇതെല്ലാം കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിച്ചിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച ശരീരവും മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച മനസ്സും മക്കൾക്ക് വേണ്ടി ഉപയോഗിച്ച ഓർമ്മയും ബുദ്ധിയും എല്ലാം കാലപ്പഴക്കം കൊണ്ട് കേടുവന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഒത്തിരിയേറെ താളപ്പിഴകൾ കാണുന്നു. കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം വന്നതുകൊണ്ട് സംഭവിക്കുന്നതാണിതെല്ലാം. ഈ കാലപ്പഴക്കം കൊണ്ട് തേയ്മാനം വന്ന ഈ ബുദ്ധിയും ഓർമ്മയും ചിന്തയും സംസാര രീതികളുമെല്ലാം താളം തെറ്റിയതായിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് ഈ മക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് ഈ ബുദ്ധിയും ഈ ഓർമ്മയും ഈ ചിന്തയും ഇതെല്ലാം ഈ മക്കളിലേക്ക് വന്നിട്ടുണ്ട്. ഈ മക്കളിലേക്ക് വന്നത് ഈ മാതാപിതാക്കളുടെ ഈ സമ്പത്താണ്. ഒപ്പം മാതാപിതാക്കളുടെ സമ്പത്തിന് തേയ്മാനവും സംഭവിച്ചു. അതുകൊണ്ട് ഇവരൊരിക്കലും അവഗണിക്കപ്പെടാൻ പാടുള്ളതല്ല. ചെറുപ്പകാലത്ത് നമ്മൾ കണ്ട അപ്പനും അമ്മയും അല്ല ഇപ്പോഴത്തെ നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും. ഇപ്പോൾ നമ്മൾ കാണുന്ന വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ നമ്മൾ കണ്ട ആ ബുദ്ധികൂർമ്മതയും ആ നല്ല മനസ്സും ആ ഓർമ്മയും ആ ബുദ്ധിയും ഒന്നുമുള്ള അവരല്ല. അതൊക്കെ കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞ് നമുക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ ഫലമായി ഇല്ലാതായി തീർന്നു. അതുകൊണ്ട് അവർക്കില്ലാതായപ്പോൾ അത് നമുക്കുണ്ട്. അവരുടേതാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അതുകൊണ്ട് അവരെ ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ല. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ,
ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഉള്ള മാതാപിതാക്കൾ, മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുവാൻ വളരെ വ്യക്തമായി അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ, അങ്ങ് ഏതർത്ഥത്തിൽ ആവശ്യപ്പെട്ടോ അതേ അർത്ഥത്തിൽ അത് പൂർത്തീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.